പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 7 പേജ് നമ്പർ 163 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആംഗിൾസ് ഫൈൻഡ് അനദർ ആംഗിൾ ഫോർ വിച്ച് എ ട്രയാങ്കിൾ ഈസ് പോസിബിൾ. താഴെ തന്നിരിക്കുന്ന ഓരോ ആംഗിൾസിനും ട്രയാങ്കിൾ പോസിബിൾ ആകുന്ന തരത്തിൽ മറ്റ് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇവിടെ ഓരോ ആംഗിൾസേ നമുക്ക് തന്നിട്ടുള്ളൂ. ഒരു ട്രയാങ്കിളിന് 3 ആംഗിൾസ് ഉണ്ടല്ലേ. അപ്പോൾ മറ്റ് ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. നോട്ട് പോസിബിൾ, അതുപോലെ ട്രയാങ്കിൾ പോസിബിൾ ആകാത്ത ആംഗിൾസും നമ്മൾ കണ്ടുപിടിക്കണം. ഫൈൻഡ് അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് ആംഗിൾസ് ഫോർ ഈച്ച് കാറ്റഗറി. അതായത് പോസിബിൾ ആകുന്ന കാറ്റഗറിയിലും പോസിബിൾ ആകാത്ത കാറ്റഗറിയിലും കുറഞ്ഞത് 2 ആംഗിൾസ് വീതം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് ആംഗിൾസിൻ്റെ സം എത്രയാണ്? 3 ആംഗിളുകളും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒരാംഗിൾ നമുക്ക് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതായത് നമുക്കിത് ആംഗിളെ എന്ന് എടുക്കാം. ആംഗിളെ 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി 2 ആംഗിളുകൾ എന്തായിരിക്കും? അതായത് 180യിൽ നിന്ന് 30 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 150 കിട്ടും. അതായത് ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? 150 ഡിഗ്രി ആയിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം. 3 ആംഗിളുകളുടെയും കൂടെ സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒരാംഗിൾ 30 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആ 30 180യിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 150 കിട്ടും. ഈ 150 എന്ന് പറയുന്നത് മറ്റ് 2 ആംഗിളുകളുടെ സമ്മുകൾ 2 ആംഗിളുകളും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ ചേർന്ന് 150. അപ്പോൾ ഈ 2 ആംഗിളുകൾ എടുക്കുന്നത് ആ 2 ആംഗിളുകളും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 150 കിട്ടണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഒന്നെങ്കിൽ 50 100 എടുക്കാം, അല്ലെങ്കിൽ 60 90 എടുക്കാം, അല്ലെങ്കിൽ 80 70 എടുക്കാം. ഇഷ്ടമുള്ള പോലെ നമുക്ക് എടുക്കാം. ഓരോരുത്തരും എടുക്കുന്ന അനുസരിച്ച് ആൻസർ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിവിടെ 50യും 100ഉം എടുക്കുന്നു. അപ്പോൾ പോസിബിൾ എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് കിട്ടി. ഇനി നോട്ട് പോസിബിൾ എന്നുള്ള കാറ്റഗറിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരാംഗിൾ 30 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 3 ആംഗിളുകളും കൂടെ 180 ആയിരിക്കണം. അപ്പോൾ ഒരാംഗിൾ 30 ആണെങ്കിൽ ബാക്കി 150 ആണ് വേണ്ടതല്ലേ. അപ്പോൾ 150യെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ട് വരുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ പോസിബിൾ ആകത്തില്ല. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? ഒരാംഗിൾ 100 എടുക്കാം, ഒരാംഗിൾ 150 എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷേ 150യെക്കാട്ടിൽ സമ്മ് ഗ്രേറ്റർ ആയിട്ട് വരണം. 2 ആംഗിളുകളുടെ സമ്മ് ഗ്രേറ്റർ ആയിട്ട് വരണം. ഇനി അടുത്തത് 70. അപ്പോൾ 180യിൽ നിന്ന് 70 സബ്ട്രാക്റ്റ് ചെയ്താൽ ബാക്കി 110. അപ്പോൾ 2 ആംഗിളുകളും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 110 കിട്ടണം. ആ രീതിയിലായിരിക്കണം എടുക്കേണ്ടത്. എന്തൊക്കെ എടുക്കാം? 50യും 60യും എടുക്കാം. പിന്നെന്താ 40യും 70യും എടുക്കാം. മനസ്സിലായല്ലോ? അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 40യും 70 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്കത് വേണ്ട. അപ്പോൾ നമുക്ക് 50 ഡിഗ്രിയും 60 ഡിഗ്രിയും എടുക്കാം. അപ്പോൾ 70 50 60 ഇങ്ങനെ വന്നു. ഓക്കെ. ഇനി അടുത്തത് ബി. അപ്പോൾ ഇനി കണ്ടുപിടിക്കുമ്പോൾ എന്ത് വേണം? 110നെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ട് വരുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ 70 ഡിഗ്രിയുടെ കൂടെ നമുക്കൊരു 90 ഡിഗ്രിയും 50 ഡിഗ്രിയും എടുക്കാം. 90 + 50 140. 110നെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. അടുത്തത് 54. അപ്പോൾ 180യിൽ നിന്ന് 54 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. 180യിൽ നിന്ന് 54 സബ്ട്രാക്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? 126 എന്ന് കിട്ടും. അപ്പോൾ 2 ആംഗിളുകളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 126 കിട്ടണം. അപ്പോൾ എന്തൊക്കെ എടുക്കാം? 26 ഡിഗ്രിയും 100ഉം എടുക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേറെ ഏതെങ്കിലും വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിൻ്റെ നോട്ട് പോസിബിൾ എന്നുള്ള കാറ്റഗറിയിൽ അപ്പോൾ എന്ത് വരും? 54 ഡിഗ്രിയുടെ കൂടെ നമുക്കൊരു 126 ആണല്ലേ, 100ഉം 90യും എടുക്കാം. അപ്പോൾ ഇത് മൊത്തം കൂടെ ആഡ് ചെയ്താൽ 180യെക്കാട്ടിൽ കൂടുതലായിരിക്കും. അടുത്തത് 144. അപ്പോൾ 180യിൽ നിന്ന് 144 സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 36 ഡിഗ്രി എന്ന് വരും. അപ്പോൾ 2 ആംഗിളുകളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 36 കിട്ടണം. എന്തൊക്കെ എടുക്കാം? 26ഉം 10ഉം എടുക്കാം. 26 + 10 36.
അടുത്ത അപ്പോൾ എന്തെടുക്കാം? ബിയിൽ 144 ഡിഗ്രി, അടുത്തതൊരു 80 ഡിഗ്രി, അടുത്തതൊരു 50 ഡിഗ്രി. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ 180യെക്കാട്ടിൽ കൂടുതൽ വരും. അപ്പോൾ ഈ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നോട്ട് പോസിബിൾ ആകാൻ വേണ്ടി രണ്ട് ആംഗിളുകളുടെ സം നമുക്ക് കിട്ടിയതിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ട് വരുന്ന രീതിയിൽ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ക്യാൻ ബി ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് വിച്ച് കനോട്ട്. അപ്പോൾ നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന പെയറുകളിൽ ഏതൊക്കെയാണ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ആവുന്നത്, ഏതാണ് ആവാത്തതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയേ. ഫസ്റ്റ് വണ്ണിൽ 35 ഡിഗ്രിയും 150 ഡിഗ്രിയും. അപ്പോൾ നമുക്കറിയാം ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് മൂന്ന് ആംഗിളുകളുടെയും കൂടെ, ട്രയാങ്കിളിലെ മൂന്ന് ആംഗിളുകളുടെയും കൂടെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ടെണ്ണം നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 35 ഡിഗ്രിയും 150 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 185 ഡിഗ്രി കിട്ടും. ഇപ്പോൾ തന്നെ രണ്ട് ആംഗിളുകൾ ആഡ് ചെയ്തപ്പോൾ തന്നെ 180യെക്കാട്ടിൽ കൂടുതലാണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ദ ടോട്ടൽ എക്സീഡ്സ് 180. അപ്പോൾ ഇതെന്താണ്? നോട്ട് പോസിബിൾ ആണ്. ഇനി അടുത്തത് ബി 70 + 30 ദാറ്റ് ഈസ് 100. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ പോസിബിൾ തേർഡ് ആംഗിൾ എന്തായിരിക്കും? തേർഡ് ആംഗിൾ ഈസ് ഈക്വൽ ടു 180യിൽ നിന്ന് ഈ 100 സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് 80 ഡിഗ്രി. അപ്പോൾ സെക്കൻഡ് വൺ പോസിബിൾ ആണ്. ഇനി തേർഡ് വൺ 90 + 85 ഈസ് ഈക്വൽ ടു 175 ഡിഗ്രി. അപ്പോൾ പോസിബിൾ തേർഡ് ആംഗിൾ എന്തായിരിക്കും? 180 - 175 ദാറ്റ് ഈസ് 5 ഡിഗ്രി. അപ്പോൾ ഇതും എന്താണ്? പോസിബിൾ ആണ്. അടുത്തത് 50 + 150 ദാറ്റ് ഈസ് 200. 180 രണ്ട് ആംഗിൾ ആഡ് ചെയ്തപ്പോൾ തന്നെ 180യെക്കാട്ടിൽ കൂടുതൽ കിട്ടി. അതുകൊണ്ട് ഇതും എന്തല്ല? പോസിബിൾ അല്ല, നോട്ട് പോസിബിൾ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗർ ഇറ്റ് ഔട്ടും കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.